Welcome back. Writing for Academic and Professional Success, Unit 6 Mechanics and Conventions of Writing. First, നമുക്ക് the importance of punctuation in academic writing നോക്കാം. Important of punctuation നോക്കുന്നതിന് മുൻപ് punctuation എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. A bunch of marks or signs used to bring clarity of expression in റൈറ്റിംഗ്. റൈറ്റിങ്ങിൽ കുറച്ച് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബഞ്ച് ഓഫ് മാർക്സും സൈൻസുമാണ് പങ്ക്ച്വേഷൻ എന്നാൽ. ഇത് എത്തരത്തിലാണ് നമ്മൾ റൈറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പങ്ക്ച്വേഷൻ ഹെൽപ്സ് ദ റൈറ്റർ ക്ലിയർലി കൺവേ ദ മെസ്സേജ്. ഒരു മെസ്സേജ് ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യാനായിട്ട് പങ്ക്ച്വേഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് ബ്രിങ്സ് അക്യുറസി ടു റൈറ്റിംഗ് ആൻഡ് സ്ട്രെങ്തൻസ് ദ ആർഗ്യുമെൻറ്റ്സ്. അതായത് റൈറ്റിങ്ങിന് അക്യുറസി കൊണ്ടുവരാനായിട്ടും പോരാത്തതിന് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുമൊക്കെ പങ്ക്ച്വേഷൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇറ്റ് ഹെൽപ്സ് എംഫസൈസ് ദ മേജർ ഐഡിയ ഡിസ്കസ്ഡ് ഇൻ ദ പേപ്പർ. അതായത് നമ്മൾ എഴുതുന്ന ആ ആർട്ടിക്കിളിൻ്റെ ഒരു മേജർ ഐഡിയ എംഫസൈസ് ചെയ്യാനായിട്ടും പങ്ക്ച്വേഷൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. റോങ് യൂസ് ഓഫ് പങ്ക്ച്വേഷൻ മേക്സ് ദ ഐഡിയാസ് വേഗ് ആൻഡ് കോംപ്ലിക്കേറ്റ്സ് മീനിങ്. അതായത് നമ്മൾ റോങ് യൂസേജ് ഓഫ് പങ്ക്ച്വേഷൻ ആണെങ്കിൽ നമ്മൾ ഐഡിയ കൺവേ ചെയ്യുന്നത് അൺക്ലിയറും അതുപോലെ അതിൻ്റെ മീനിങ്ങിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പങ്ക്ച്വേഷൻ്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ യൂസസ് ഓഫ് സ്റ്റൈൽ ഗൈഡ്സ് ഇൻ റൈറ്റിംഗ് ആൻ ആർട്ടിക്കിൾ? നമ്മളൊരു കാര്യം എഴുതുന്ന സമയത്ത് സ്റ്റൈൽ ഗൈഡ്സിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ആ സ്റ്റൈൽസിന് പറയുന്ന പേരാണ് അക്കാഡമിക് സ്റ്റൈൽസ്. ഓക്കെ, അക്കാഡമിക് സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റൈൽ അഡോപ്റ്റഡ് ഇൻ റൈറ്റിംഗ് എസ്സേസ്, പ്രൊജക്ട് പേപ്പേഴ്സ്, ജേർണൽ ആർട്ടിക്കിൾസ് ആൻഡ് ഡിസേർട്ടേഷൻ. ഇത്തരത്തിലുള്ള റൈറ്റിങ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ, ആ ഒരു രീതിക്കാണ് അക്കാഡമിക് സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അക്കാഡമിക് റൈറ്റിംഗ് ഈസ് മോർ ഫോർമൽ ആൻഡ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇൻഫോർമൽ റൈറ്റിങ്സ്. അക്കാഡമിക് റൈറ്റിങ്സ് ഫോർമലായിട്ടുള്ള ഒരു വേ ഓഫ് റൈറ്റിംഗ് ആണ്. തികച്ചും ഇൻഫോർമലായിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസും മാഗസിൻ എസ്സേസൊക്കെ എഴുതുന്നതിൽ നിന്നും അതൊരു ഇൻഫോർമൽ വേ ഓഫ് റൈറ്റിംഗ് ആണ്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് അക്കാഡമിക് റൈറ്റിങ്സ് നമ്മൾ എഴുതാറുള്ളത്. Academic writing needs to follow some stylistic rules and regulations. ചില stylistic rules and regulations academic writing ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈലിസ്റ്റിക് കൺസിസ്റ്റൻസി ആണ് നമ്മൾ അക്കാഡമിക് വർക്കിൻ്റെ ക്വാളിറ്റി എത്രമാത്രമാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽസാണ് വരുന്നത്. ഒന്ന് MLA സ്റ്റൈലും രണ്ടാമതായിട്ട് APA സ്റ്റൈലും. MLA സ്റ്റൈലിൻ്റെ ഫുൾ ഫോം മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ എന്നാണ്. APA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. MLA എന്നുള്ള ആ സ്റ്റൈൽ ഗൈഡ് അധികം യൂസ് ചെയ്യുന്നത് അക്കാഡമിക് റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് MLA ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് മോഡേൺ ലാംഗ്വേജ് അസോസിയേഷനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ റൈറ്റേഴ്സ് ആൻഡ് റിസർച്ചേഴ്സാണ് MLA സ്റ്റൈൽ ഗൈഡ് പൊതുവെ യൂസ് ചെയ്യുന്നത്. APA സ്റ്റൈലാണെങ്കിൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനാണ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സ്റ്റൈൽ സയൻറ്റിഫിക് റൈറ്റിങ്സിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് എംപെറിക്കൽ സ്റ്റഡീസ്, ലിറ്ററേച്ചർ റിവ്യൂ, കേസ് സ്റ്റഡീസ് ആൻഡ് തിയററ്റിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ ആർട്ടിക്കിൾസ് ഓൾസോ യൂസ് APA സ്റ്റൈൽ. ഓക്കെ, MLA പ്രധാനമായിട്ടും ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് ഹെഡിങ് ആൻഡ് ടൈറ്റിൽ, എബ്സ്ട്രാക്ട്, ഇൻട്രൊഡക്ഷൻ, ഫോമാറ്റിംഗ് ടെക്സ്റ്റ്, margins, space, font, putting page numbers, tables and illustrations, punctuations, in text or parenthetical citation, work cited list or bibliography, footnotes and endnotes, plagiarism.
ഇത്രയും കാര്യങ്ങളിലാണ് MLA ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത്. എന്നാൽ APA സ്റ്റൈലാണെങ്കിൽ ടൈറ്റിൽ പേജ്, എബ്സ്ട്രാക്ട്, ഇൻട്രൊഡക്ഷൻ, റിസൾട്ട്സ്, ഡിസ്കഷൻ, റെഫറൻസസ്, അപ്പൻഡിസസ് ഇത്രയും കാര്യങ്ങളിലാണ് APA സ്റ്റൈല് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതും കൂടാതെ MLAയ്ക്കും APAയ്ക്കും രണ്ടിനും സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് സ്പേസിങ്ങും മാർജിൻസും പേജ് നമ്പറും പേജ് ഹെഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതിന് രണ്ടിനും ഡിഫറെൻറ്റ് ഗൈഡ് ലൈൻസ് ആണ്. രണ്ട് സ്റ്റൈലും MLA സ്റ്റൈലും APA സ്റ്റൈലും വെവ്വേറെ ഗൈഡ് ലൈൻസ് ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് പങ്ക്ച്വേഷൻ മാർക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമയാണ്. കോമാസ് ആർ ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് പങ്ക്ച്വേഷൻ മാർക്സ്. ഓക്കെ, ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പങ്ക്ച്വേഷൻ മാർക്കാണ് കോമാസ്. യൂസ് എ കോമ ആഫ്റ്റർ സെർട്ടൻ ഇൻട്രൊഡക്ടറി വേർഡ്സ് ഓർ ഫ്രേസസ്. ചില ഇൻട്രൊഡക്ടറി വേർഡ്സിൻ്റെ ശേഷവും ഫ്രേസസിൻ്റെ ശേഷമൊക്കെ നമ്മൾ കോമ യൂസ് ചെയ്യാറുണ്ട്. Use commas to separate words and word groups in a series of 3 or more items. വേർഡ്സും വേർഡ് ഗ്രൂപ്പ്സൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കോമാസ് യൂസ് ചെയ്യാറുണ്ട്. യൂസ് എ കോമ ടു സെപ്പറേറ്റ് 2 adjectives when the adjectives are interchangeable. ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള adjectives ആണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യാനും നമ്മൾ കോമ യൂസ് ചെയ്യാറുണ്ട്. ഇൻ്റർചേഞ്ചബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമിലർ ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള അഡ്ജക്റ്റീവ്സും സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ കോമ യൂസ് ചെയ്യാറുണ്ട്. ഇൻ സെൻറ്റൻസസ് where 2 independent clauses are joined by connectors such as and, or, but, etc. put a comma at the end of first rules. അതായത് 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് വരുമ്പം നമ്മൾ കണക്റ്റേഴ്സ് വെച്ച് ആ 2 സെൻറ്റൻസസ് ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കണക്റ്ററിന് ശേഷം ഒരു കോമ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ടു സെറ്റ് ഓഫ് എ കോട്ട് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. അതായത് ഒരു കോട്ടിനെ വേറെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട്, ഒരു സെൻറ്റൻസിൽ വേറെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കോമ യൂസ് ചെയ്യാം. ടു ലിസ്റ്റ് നൗൺസ് ഇൻ എ സെൻറ്റൻസ്, നൗൺസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സെൻറ്റൻസിലത്തെ നൗൺസ് കാണിക്കാനായിട്ട് നമ്മൾ കോമ യൂസ് ചെയ്യാറുണ്ട്. ടു സെപ്പറേറ്റ് ഇൻറ്ററപ്റ്റിംഗ് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ഇൻ എ സെൻറ്റൻസ്, അതായത് ഇൻറ്ററപ്റ്റിംഗ് വേർഡ്സും എക്സ്പ്രഷൻസും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് സെമിക്കോളൻ നോക്കാം. യൂസ് എ സെമിക്കോളൻ ടു സെപ്പറേറ്റ് 2 sentences when there is no coordinating conjunction such as and, but, or, nor, for. അതായത് and, but, or, nor, for എന്നുള്ള കൺജക്ഷൻസ് ഒന്നും 2 സെൻറ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് സെമിക്കോളൻ അവിടെ യൂസ് ചെയ്യാം. Next, if the 2 sentences are joined but by a conjunctive adverb such as however, consequently, therefore, or moreover, use a semicolon before the conjunctive adverb and a comma after it. അതായത് 2 സെൻറ്റൻസുകൾ കൺജക്റ്റീവ് അഡ്വേർബ് ആയിട്ടുള്ള however, consequently, therefore, moreover എന്നുള്ള ഇങ്ങനെ ഇത്തരത്തിലൊക്കെയുള്ള കൺജക്റ്റീവ് അഡ്വേർബ്സ് വെച്ചിട്ട് 2 സെൻറ്റൻസസ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൺജക്റ്റീവ് അഡ്വേർബിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് സെമിക്കോളൻ യൂസ് ചെയ്യാം. അതിന് ശേഷം കൺജക്റ്റീവ് അഡ്വേർബിൻ്റെ ശേഷമായിട്ട് നമുക്കൊരു കോമയും യൂസ് ചെയ്യാം. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് use a semicolon to separate 2 sentences joined with a coordinating conjunction when commas are contained within either of the sentences. നമ്മൾ നേരത്തെ ഒരു സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സെൻറ്റൻസസ് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ
ഈ ഒരു കൺജക്ഷന് ശേഷം നമുക്ക് സെമിക്കോളൻ യൂസ് ചെയ്യാവുന്ന. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇൻ കേസ് നമ്മൾ 2 സെൻറ്റൻസസ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ 2 സെൻറ്റൻസസിൽ കോമാസ് വന്നിട്ടുണ്ടെങ്കിൽ, ഏതിലെങ്കിലും ഒന്നില്ലെങ്കിലും കോമാസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോർഡിനേറ്റിംഗ് കൺജക്ഷന് ശേഷം സെമിക്കോളൻ യൂസ് ചെയ്യാം. Okay, use a semicolon to separate items in a series if there are commas within the items. അതായത് നമുക്ക് സെമിക്കോളൻ ഐറ്റംസ് ഒരു സീരീസിലത്തെ ഐറ്റംസ് സെപ്പറേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ, ആ ഒരു സീരീസ് ഓഫ് ഐറ്റംസിൽ എവിടെയെങ്കിലും കോമ വന്നിട്ടുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് സെമിക്കോളൻ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. A semicolon can also be used to replace a period. Period എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പിനെ റീപ്ലേസ് ചെയ്യാനും നമുക്ക് സെമിക്കോളൻ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കോളൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ടു ഇൻട്രൊഡ്യൂസ് എ സീരീസ് ഓഫ് ഐറ്റംസ് ഇൻ എ ലിസ്റ്റ്. അതായത് ഒരു ലിസ്റ്റിലെ ഐറ്റംസ് അല്ലെങ്കിൽ ആ സീരീസ് ഓഫ് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോളൻ യൂസ് ചെയ്യാം. ടു ഇൻട്രൊഡ്യൂസ് എക്സ്പ്ലനേഷൻസ്, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കോളൻ യൂസ് ചെയ്യാം. ടു ബിഗിൻ ഓർ ഇൻട്രൊഡ്യൂസ് എ കൊട്ടേഷൻ, ഒരു കൊട്ടേഷനെ ബിഗിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ വേണ്ടിയിട്ട് നമുക്ക് കോളൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ടു സെപ്പറേറ്റ് 2 independent clauses where the first introduces or explains the second. അതായത് 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് കോളൻ യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് നടക്കണം, ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് സെക്കൻഡ് വണ്ണിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മളിങ്ങനെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡബിൾ കൊട്ടേഷൻ മാർക്ക് നോക്കാം. എന്തെങ്കിലും കാര്യങ്ങളെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ കൊട്ടേഷൻ നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ടു ഷോ കൊട്ടേഷൻസ് ഇൻസൈഡ് കൊട്ടേഷൻസ്, കൊട്ടേഷൻ്റെ അകത്തുള്ള കൊട്ടേഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ കൊട്ടേഷൻ മാർക്ക് കൊടുക്കാറുണ്ട്. ടു സെറ്റ് ഓഫ് ടൈറ്റിൽസ് ഓഫ് എസ്സേസ്, ജേർണൽസ് ആൻഡ് മാഗസിൻ ആർട്ടിക്കിൾസ്, പോംസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ്. ടൈറ്റിൽസ്, എസ്സേസിൻ്റെ, ജേർണൽസിൻ്റെ എന്തിൻ്റെങ്കിലും ടൈറ്റിൽസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ കൊട്ടേഷൻ മാർക്ക് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് സിംഗിൾ കൊട്ടേഷൻ മാർക്കാണ്. സിംഗിൾ കൊട്ടേഷൻ മാർക്ക് നമ്മൾ ടു എംഫസൈസ് എ വേർഡ് ഓർ എ ടേം, അതായത് എംഫസൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡിനെ, ഒരു ടേമിനെ നമ്മൾ ഒന്നും കൂടെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സെൻറ്റൻസിൽ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ കൊട്ടേഷൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടു ഷോ എ കൊട്ടേഷൻ ഇൻസൈഡ് എ കൊട്ടേഷൻ. ഓക്കെ, ഡബിൾ കൊട്ടേഷൻ പോലെ തന്നെ സിംഗിൾ കൊട്ടേഷൻ മാർക്കും നമ്മൾ ഒരു കൊട്ടേഷൻ്റെ അകത്തുള്ള കൊട്ടേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ കൊട്ടേഷൻ മാർക്ക് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് എപ്പോസ്ട്രഫിയാണ്. ഓക്കെ, ടു ഷോ കോൺട്രാക്ഷൻസ് ആൻഡ് പൊസഷൻസ്, അതായത് ഒരു വേർഡിനെ നമ്മൾ കോൺട്രാക്റ്റഡ് ഫോമിലോട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോസ്ട്രഫി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പൊസഷൻസ്, കോൺട്രാക്ഷൻസും പൊസഷൻസും അതുപോലെ തന്നെ എപ്പോസ്ട്രഫീസ് നമ്മൾ ഒമിഷൻസ്, അതായത് എന്തെങ്കിലും ഒഴിവാക്കി കളയുന്നുണ്ടെങ്കിൽ, അതായത് ഒരു വേർഡിൽ നമ്മൾ ഏതെങ്കിലും ലെറ്റേഴ്സോ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ എപ്പോസ്ട്രഫി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അക്കാഡമിക് റൈറ്റിങ്ങിൽ വരുമ്പം ശരിക്കും കോൺട്രാക്റ്റഡ് ഫോമിൽ നമ്മൾ എഴുതുന്നത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ അത് നമുക്ക് എന്താ പറയുക, ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ അത് കോമൺ അല്ല എന്ന് മാത്രം. ഓൾ റൈറ്റ്, നമുക്ക് നെക്സ്റ്റ് പാരന്തസിസ് ആൻഡ് ബ്രാക്കറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പാരന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സി പോലെ ഇടുന്ന ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ടൈപ്പ് ഓഫ് ബ്രാക്കറ്റിനെയാണ് നമ്മൾ പാരന്തസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത്തരം ബ്രാക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇസ് ടു എൻക്ലോസ് ഇൻഫർമേഷൻ ദാറ്റ് ക്ലാരിഫൈസ് ദ മീനിങ് ഓഫ് ദ പ്രൊസീഡിങ് ഓഫ് ഫോളോയിങ് സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിനെ ക്ലാരിഫൈ ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബ്രാക്കറ്റിലാക്കിയിട്ടാണ് കൊടുക്കുക. രണ്ടാമതായിട്ട് നമ്മൾ എബ്രിവേഷൻസ് എക്സ്പാൻഡ് ചെയ്യുമല്ലോ, ഇപ്പോൾ ഓൾ പോലത്തെ AWL അങ്ങനെ
അത്തരത്തിലുള്ള എബ്രിവേഷൻസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ബ്രാക്കറ്റിൻ്റെ അകത്താണ് അത് എഴുതുക. അതുപോലെ ഡേറ്റ്സ് ഇൻസേർട്ട് ചെയ്യുമ്പം അതും നമ്മൾ ബ്രാക്കറ്റിനകത്താക്കിയിട്ടാണ് എഴുതാറുള്ളത്. നെക്സ്റ്റ് അക്കാഡമിക് റൈറ്റിങ്ങിലോട്ട് വരുമ്പം ഇൻടെക്സ്റ്റ് സൈറ്റേഷനൊക്കെ നമ്മൾ കൊടുക്കാനായിട്ട് പാരന്തസിസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ബ്രാക്കറ്റ്സ് നമ്മൾ ചില ക്ലാരിഫിക്കേഷൻ, ട്രാൻസ്ലേഷൻ, അതുപോലെ പാരന്തസിസ് വിത്തിൻ പാരന്തസിസ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡാഷ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എം ഡാഷ്, EMDASH, M dash. It is slightly different from N dash and the hyphen. N dashil നിന്നും ഹൈഫനിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഡാഷിനുണ്ട്, അല്ലെങ്കിൽ എം ഡാഷിനുണ്ട്. ഡാഷ് ഈസ് 3 times longer than ഹൈഫൻ. ഹൈഫനെക്കാട്ടി 3 മടങ്ങ് ലോങ്ങറാണ് ഡാഷ് എന്ന് പറയുന്നത്. ഹൈഫൻ നമ്മൾ ഒരൊറ്റ കുഞ്ഞ ലൈൻ കൊണ്ടാണ് കാണിക്കുന്നത്. ഡാഷ് ആകുമ്പം 3 കുഞ്ഞ ലൈൻസുകൾ ഇങ്ങനെ ഇടുന്നപ്പോഴാണ് നമ്മൾ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, എ കോമ, കോളൻ ആൻഡ് പാരന്തസിസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ ഡാഷ്. കോമയും കോളനും പാരന്തസിസ് ഒക്കെ നമുക്ക് ഡാഷിനെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയും. It is used to indicate a break in a sentence and also to give some additional information. അതായത് ഒരു സെൻറ്റൻസിൽ വരുന്ന ബ്രേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാഷ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചില അഡീഷണൽ ഇൻഫർമേഷൻസ്, എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഡാഷ് യൂസ് ചെയ്യാം. ഓക്കെ, ഡാഷ് ഈസ് ഓൾസോ യൂസ് ടു ഇൻഡിക്കേറ്റ് ഇൻക്ലൂസീവ് പേജ് നമ്പേഴ്സ് ആൻഡ് ഡേറ്റ്സ്. അതായത് ചില റൈറ്റിങ്സിൻ്റെയൊക്കെ ഉള്ളടക്കമായിട്ട് വരുന്ന പേജ് നമ്പേഴ്സും ഡേറ്റ്സൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാനും നമുക്ക് ഡാഷ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഹൈഫൻ നോക്കാം. പുട്ട് ദ ഹൈഫൻ ബിറ്റ്വീൻ 2 parts ഓഫ് എ കോമ്പൗണ്ട് വേർഡ്. അതായത് കോമ്പൗണ്ട് വേർഡ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ചെറിയൊരു ലൈൻ വരക്കുമല്ലോ, അതാണ് ഹൈഫൻ എന്നുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു യൂസേജ് ഹൈഫൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻസേർട്ട് എ ഹൈഫൻ ബിഫോർ എ സഫിക്സ് ഓർ ആഫ്റ്റർ ദ പ്രിഫിക്സ്. ഒരു സഫിക്സിൻ്റെ മുന്നേ ആയിട്ടും പ്രിഫിക്സിൻ്റെ ശേഷമായിട്ടും നമുക്കൊരു ഹൈഫൻ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കോമ്പൗണ്ട് നമ്പേഴ്സ് ലെസ് ദാൻ 100 ആർ സ്പ്ലിറ്റ് വിത്ത് എ ഹൈഫൻ. അതായത് കോമ്പൗണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, 100 താഴെയുള്ള കോമ്പൗണ്ട് നമ്പേഴ്സിനൊക്കെ നമുക്ക് ഹൈഫൻ വെച്ചുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ് വൺ ഈസ് പീരീഡ്. പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പാണ്. ഓക്കെ, യൂസ് എ പീരീഡ് അറ്റ് ദ എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പീരീഡ് യൂസ് ചെയ്യാറുണ്ട്. യൂസ് എ പീരീഡ് ആഫ്റ്റർ ആൻ എബ്രിവേഷൻ. ഒരു എബ്രിവേഷൻ്റെ ഏറ്റവും അവസാനം നമുക്ക് പീരീഡ് യൂസ് ചെയ്യാം. സെൻറ്റൻസസ് എൻഡിങ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്സ് ഓർ എക്സ്ക്ലമേഷൻ മാർക്സ് ഡു നോട്ട് റിക്വയർ പീരീഡ്സ്. ക്വസ്റ്റ്യൻ മാർക്കോ എക്സ്ക്ലമേഷൻ മാർക്കോ വരുന്ന സെൻറ്റൻസുകൾക്ക് ശേഷം പീരീഡിൻ്റെ ഒരു ആവശ്യം ഇല്ല. ഇൻ സെൻറ്റൻസസ് എൻഡിങ് വിത്ത് പാരന്തസിസ് ദ പീരീഡ് ഇസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് പാരന്തസിസ്. ഇഫ് പാരന്തസിസ് കണ്ടെയ്ൻസ് എ ഫുൾ സെൻറ്റൻസ് ദ പീരീഡ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് പാരന്തസിസ്. അതായത് ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്തെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ട ഒരു കാര്യം എഴുതേണ്ടതായിട്ട് വന്നു. അങ്ങനത്തെ സെൻറ്റൻസുകളാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഒരു പീരീഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതല്ല നമ്മൾ ഈ ഒരു പാരന്തസിസിൻ്റെ അകത്തുള്ള സെൻറ്റൻസ് തന്നെ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ് എങ്കിൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്യാപിറ്റലൈസേഷനാണ്. ഫസ്റ്റ്ലി ക്യാപിറ്റലൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ടൈറ്റിൽ ഓഫ് എ ബുക്ക്, അതല്ലെങ്കിൽ ഒരു വേർഡിൻ്റെ സ്റ്റാർട്ടിങ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഒന്ന് ടൈറ്റിൽ ഓഫ് എ ബുക്ക്, അതുപോലെ ഇനീഷ്യൽ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ്സ് ഇൻ ദ ടൈറ്റിൽ ഓഫ് എൻ ആർട്ടിക്കിൾ, അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക്, അല്ലെങ്കിൽ ടൈറ്റിൽസ് ഓഫ് ജേർണൽസ്. ഓക്കെ, next point to remember is prepositions and coordinating conjunctions are not capitalized unless they are the first word in a title. പ്രപ്പോസിഷൻസും കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളതൊരിക്കലും ക്യാപിറ്റലൈസ്ഡ് ആയിട്ടല്ല എഴുതുന്നത്. അൺലെസ് ഈ ഒരു വേർഡ്
ഫേസ്റ്റ് വേർഡായിട്ട് വരിക, ഓക്കെ, ടൈറ്റിലിൻ്റെ ഫസ്റ്റ് വേർഡൊക്കെ ആയിട്ട് വരിക, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ ഫസ്റ്റ് വേർഡായിട്ട് വരിക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് വേർഡ് ആഫ്റ്റർ എ പീരീഡ് ഓർ എ ഫുൾ സ്റ്റോപ്പ്. ഒരു ഫുൾ സ്റ്റോപ്പിന് ശേഷം ഉള്ള വേർഡ്സ് എപ്പോഴും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാറുണ്ട് എന്ന്. ഓക്കെ, capitalize proper nouns and adjectives derived from proper nouns. അതായത് പ്രോപ്പർ നൗൺസും അഡ്ജക്റ്റീവ്സൊക്കെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാറുണ്ട്. പ്രോപ്പർ നൗൺസിൽ നിന്ന് എടുത്തിട്ടുള്ള ഡെറൈവ് ചെയ്ത് എടുത്തിട്ടുള്ള പ്രോപ്പർ നൗൺസിനെ അഡ്ജക്റ്റീവ്സിനൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാറുണ്ട്. Next, capitalize days of the week and months of the year, brand names, historical events, name of institutions, nicknames, races, nationalities and religions. Days of the weekum, months of the yearum, brand namesum, historical eventsum, name of the institutionsum, nicknamesum, racesum, nationalitiesum, religionsum, ഇതൊക്കെ പറയാൻ നമുക്ക് ക്യാപിറ്റലൈസേഷൻ വേണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രൂഫ് റീഡിംഗ് എന്താണെന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് റീഡിങ് യുവർ ഡ്രാഫ്റ്റ്സ് റിപ്പീറ്റഡ്ലി ഫോർ മിസ്റ്റേക്സ് ആഫ്റ്റർ യു ഫിനിഷ് റൈറ്റിംഗ്. എഴുത്തിന് ശേഷം നമ്മൾ മിസ്റ്റേക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഡ്രാഫ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് നോക്കുന്നതിനെയാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇൻ ദിസ് പ്രോസസ് ഓഫ് എഡിറ്റിംഗ് ആൻഡ് റീറൈറ്റിംഗ് സർട്ടൻ വേർഡ്സ് ക്യാൻ ബി ആഡഡ് ഓർ ഒമിറ്റഡ് ഇഫ് നെസസറി. ഇത്തരത്തിലുള്ള എഡിറ്റിങ്ങും റീറൈറ്റിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ചില വേർഡ്സ് ആഡ് ചെയ്യാം, ഒമിറ്റ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് പ്രൂഫ് റീഡിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, ഇൻ പ്രൂഫ് റീഡിങ് ഗ്രാമർ, വൊക്കാബുലറി, സ്പെല്ലിംഗ്, സെൻറ്റൻസ് സ്ട്രക്ചർ ആൻഡ് ഫോർമാറ്റ് ഓഫ് ദ ടെക്സ്റ്റ് ആർ ഓൾ thoroughly examined. അതായത് പ്രൂഫ് റീഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഒക്കെയാണ് എക്സാമിൻ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. ഗ്രാമർ, വൊക്കാബുലറി, സ്പെല്ലിംഗ്, സെൻറ്റൻസ് സ്ട്രക്ചർ ആൻഡ് ഫോർമാറ്റ് ഓഫ് ദ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഇത്രയാണ് കാര്യങ്ങൾ. ഓക്കെ, ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ.